തീരുമാനിച്ചതാണ്. സമയത്ത് തന്നെ തീരുമാനിച്ചതാണ്. പോയില്ലെങ്കിൽ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം തരുമ്പോ എന്തെന്നറിയുമോ? നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ, കഴിക്കാൻ തുടങ്ങുമ്പോ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശുക്ർ ചെയ്യണേ. ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്. അല്ലാഹുവാണ് തരുന്നത്. കഴിക്കാൻ സമയം തുടങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണേ. വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ പടച്ചവനെ നമ്മുടെ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുന്നത്, നമ്മുടെ ഭക്ഷണത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്, വിശാലത നൽകുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവേ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു, യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇബ്രാഹിം നബിയുടെ ഗുണങ്ങളിൽ ഒരു ഏറ്റവും വലിയ ഗുണമായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നൊരു മനുഷ്യനെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു. അവസാനം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ആ മനുഷ്യനൊരു അമുസ്ലിമാണെന്നറിയുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പാവപ്പെട്ടവനെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാനിരുത്തിയപ്പോ അവിടെ പടച്ചവനെ അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ മനുഷ്യന് മുസ്ലിമല്ലെന്ന്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ മുസ്ലിമല്ല എന്ന കാരണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചോദിച്ചത് എന്തെന്നറിയുമോ? മൂസ നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് അവിടെ നിന്ന് പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്. ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? 60 കൊല്ലമായിട്ട് ഞാൻ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ വിളിച്ചോണ്ട് വന്നു. പേരും കുലവൊന്നും ചോദിച്ചില്ല. കഴിക്കാൻ ഭക്ഷണമൊക്കെ എടുക്കുന്ന സമയത്താ മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ മുസ്ലിം അല്ലെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്താടാ ലൈവില് സൗണ്ട് ഇല്ലേ? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. മൂസാ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മനസ്സിലായി ഈ മനുഷ്യൻ മുസ്ലിം അല്ല എന്ന കാരണത്തിന്റെ പേരിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവനാണല്ലോ എന്നുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ ആ മനുഷ്യനെ ഒഴിവാക്കാൻ നോക്കുമ്പോ അള്ളാഹ് ചോദിക്കുക, 60 കൊല്ലമായിട്ട് ഞാൻ കൊടുക്കണം അവന് ഭക്ഷണം. അവൻ എന്നെ ആരാധിക്കുന്നില്ല, അവൻ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. എന്നിട്ട് 60 കൊല്ലമായിട്ട് ഇബ്രാഹിമെ ഞാൻ കൊടുക്കുന്നല്ലോ, നിനക്ക് ഒരു നേരം കൊടുക്കാൻ എന്താ പറ്റാതെ പോയത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റിസ്ക് കൊടുക്കുന്നവൻ അല്ലാഹുവാ. റിസ്ക് കൊടുക്കുന്നവൻ അല്ലാഹുവാ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരാം. ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെയും ഭക്ഷണത്തിന്റെ വിഷയം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ ഹറാം സമ്പാദിക്കാൻ പോകുന്നത്? എളുപ്പ വഴിയിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ തേടിപ്പോകുന്ന ആവശ്യം നിനക്കെന്ത്? നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ മുകളിൽ നിന്റെ പേരെഴുതി വെച്ച് അല്ലാഹു നിനക്ക് തരാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നീ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഇന്ന് ജനങ്ങൾ കിടന്ന് പരക്കം പാച്ചിലാണ്. അവർക്ക് അല്ലാഹുവിനെ ഓർക്കാൻ സമയമില്ല, നമസ്കരിക്കാൻ സമയമില്ല, പള്ളിയിൽ വരാൻ സമയമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ പരക്കം പാച്ചിലാണ്. എങ്ങനെയാണ് സമ്പാദ്യമുണ്ടാക്കുന്നത്? അതുകൊണ്ടാണ്
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആദമിന്റെ മക്കളുണ്ടല്ലോ, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യം വരും, പക്ഷേ രണ്ട് കാര്യങ്ങൾക്ക് വാർദ്ധക്യമില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ പ്രായമാകാറുണ്ട്, വാർദ്ധക്യം വരാറുണ്ട്. എങ്കിൽ രണ്ട് കാര്യങ്ങൾ പടച്ചവര് വാർദ്ധക്യം വരാത്ത കാര്യമാണ്. റസൂലുള്ളാഹി പറയുകയാ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആർത്തിക്കൊരിക്കലും വാർദ്ധക്യം വരാറില്ല. ആർത്തിക്കും അത്യാഗ്രഹത്തിനും എന്റെ പ്രിയമുള്ളവരെ പ്രായമില്ല. 99 വയസ്സുള്ളവനും പണത്തിനോട് വല്ലാത്ത ആർത്തിയാ, പണത്തിനോട് വല്ലാത്ത ആർത്തി, ജീവിതത്തിനോട് വല്ലാത്ത ആർത്തി. അല്ലാതെ 99 വയസ്സായല്ലോ, ഒരുപാട് കാലം ഇവിടെ ജീവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ പ്രായമാകും തോറും മനുഷ്യർ സമ്പത്തിനോട് വല്ലാത്ത ആർത്തി കൂടുകയാണ്, അത്യാഗ്രഹം വല്ലാതെ വർദ്ധിക്കുകയാണ്. ഒരു മനുഷ്യനും കൊടുക്കാതെ, ഭാര്യക്കും മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും ഒരാൾക്കും കൊടുക്കാതെ കട്ടിലിന്റെയും തലകണയുടെ അടിയിൽ ഒളിച്ചു വെക്കുന്ന കാലവാ. ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വാർദ്ധക്യം വരാത്ത രണ്ട് കാരണങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കുന്നവരുണ്ടല്ലോ, ഹറാമായ സമ്പാദ്യം വാരിക്കൂട്ടുന്നവരുണ്ടല്ലോ, രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ പടച്ചവനെ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പടച്ചവനെ പണമുണ്ടാക്കണമല്ലോ, ദുനിയാവ് സമ്പാദിക്കണമല്ലോ, ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, കുടുംബത്തെ പോറ്റണം, മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, വാഹനം വാങ്ങണം, ലോൺ അടയ്ക്കണം. ഇതല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ വേറെ ഒരു ചിന്തയുമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ദുനിയാവിന്റെ പുറകെ പോകുന്നവരുണ്ടല്ലോ, സമ്പാദ്യം തേടി പോകുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു 4 ശിക്ഷ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രഭാതത്തിൽ തന്നെ ദുനിയാവ് തേടി പോകുന്നവർ, നേരം വെളുത്താ കടയും കച്ചവടവും ജോലിയും, പടച്ചവനെ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. നമസ്കാരമില്ല, ഖുർആൻ ഓതലില്ല, ദിക്റുകളില്ല, ഒരു നല്ല കാര്യവും ജീവിതത്തിലില്ല. പടച്ചവനെ എങ്ങനെയും പണമുണ്ടാക്കണം, നല്ല വീട് വെക്കണം, നല്ല വാഹനം വാങ്ങണം, മക്കൾ വളർന്നു വരുന്ന കെട്ടിച്ചു കൊടുക്കണം. ഈ ലക്ഷ്യത്തോടു കൂടി ദുനിയാവിന്റെ പുറകെ പോകുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അമ്മല്ലാ യൻകഥു അബദാ, ഒരിക്കലും തീരാത്ത ടെൻഷൻ, ഒരിക്കലും തീരാത്ത ടെൻഷൻ അല്ലാഹു നിനക്കും മനസമാധാനം തരത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ദുനിയാവിനെ തേടി പോകുന്നവർ, പണത്തിന്റെ പുറകെ പരക്കം പായുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, ഒരിക്കലും അല്ലാഹുവിന് സമാധാനം കൊടുക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് ചോദിക്കാറുണ്ടല്ലോ, എന്തേ ഉസ്താദ് ടെൻഷൻ മാറാത്തെ? എല്ലാവരും ചോദിക്കുന്നത് ടെൻഷൻ മാറാൻ വല്ല മരുന്നുണ്ടോന്നാ. ഈ ടെൻഷൻ ഒന്ന് മാറാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാത്. നേരം വെളുത്തു കഴിഞ്ഞാൽ നിന്റെ ചിന്ത എന്താ? ജോലിക്ക് പോകണം, വൈകിട്ടായ ഉറങ്ങണം, ഇത്ര തന്നെ. രാവിലെ എഴുന്നേൽക്കണം, നേരത്തെ പോയി കട തുറക്കണം, കച്ചവടങ്ങൾ നടത്തണം, പള്ളിയില്ല, സുബഹി നിസ്കരിച്ചു അത് അല്ലാഹു അലം, സുബഹി നിസ്കരിച്ചു അത് അല്ലാഹു, ളുഹർ നിസ്കരിച്ചു അല്ലാഹു അലം, ഒന്നില്ല. ദുനിയാവ് ദുനിയാവ് ദുനിയാവ്. നിന്റെ ചിന്ത എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹ് നിനക്ക് മരിക്കണ കാലം വരെ സമാധാനം എന്ന് പറയുന്ന സാധനം നിനക്ക് തരില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ പാവങ്ങൾക്കൊക്കെ എത്രയോ സമാധാനമുള്ളവരുണ്ട്, എത്രയോ സമാധാനത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. 2, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒന്നാമത് മരിക്കുന്ന കാലം വരെ നിനക്ക് ടെൻഷനാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ ജോലി മരിക്കുന്ന കാലം വരെ തീരത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 സ്വലാത്ത് സല്ലല്ലാഹു
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ട്, നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ചിലരോട് ചോദിക്കാറുണ്ട്, ജോലി ഒരിക്കലും തീരാറില്ല. ഭക്ഷണം കഴിച്ചോ? ഇല്ല, തിരക്കാ. ഉറങ്ങിയോ? തിരക്കാപ്പ, അല്ലേ? ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുന്നവരെന്ന് കൈവക്കിക്ക്. മെമ്പറെ പൊക്ക്. സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട. എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ സുബഹി കഴിഞ്ഞൊരു 7 മണിക്ക് 8 ഡോക്ടർമാര് പറയുന്നത് 8 മണിക്ക് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണ്. രാവിലെ ഭക്ഷണം കഴിക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്നത് ഒരു 8 മണിക്ക് മുമ്പൊക്കെ കഴിക്കത്തില്ല. അനുസരിയാണ് അണ്ണ എന്നെ നോക്കുക, അണ്ണ എപ്പോഴും കടയിൽ തന്നെ അല്ലേ അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, രാവിലെ ഒരു 8 മണിക്ക് മുമ്പേ ഭക്ഷണം കഴിക്കും. ഉച്ചയുടെ ഭക്ഷണത്തിന്റെ സമയം എത്ര മണിയാ? ളുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ 1 മണി, ഇല്ലേ? 1 മണി. പിന്നെ വൈകിട്ടത്തെ ഭക്ഷണം എപ്പോഴാ? വെടി ഉണ്ടതുപോലെ ഇരിക്കുക. എപ്പോഴാ? ആരാ പറഞ്ഞേ? വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ സമയം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം. നേരത്തെ ഭക്ഷണം കഴിക്കണം, നേരത്തെ ഉറങ്ങണമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരു ഭക്ഷണത്തിന്റെ, കേരളത്തിലുള്ള ഭക്ഷണത്തിന്റെ ഒരു ക്രമം. ഹദീസൊന്നുമല്ല ഇത്, ഹദീസിൽ പറഞ്ഞതല്ല, കേരളത്തിലെ ഏകദേശമുള്ള ഒരു ഭക്ഷണത്തിന്റെ സമയമാണ് പറഞ്ഞത്. അപ്പൊ ഒരു 8 മണിക്ക് മുമ്പ് നാസ്ത, ഒരു 1 മണിക്ക് അല്ലെങ്കിൽ ഒരു 1:15 മുമ്പ് ഉച്ചയൂണ്, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ കൃത്യമായി കഴിച്ച ഒരു ദിവസം ഓർമ്മയുണ്ടെങ്കിൽ പറ, ഞാനോ നിങ്ങളോ? സമയമുണ്ടോ? ഇല്ല. എന്തേ? കടയിലെ അവസ്ഥാതെ, കച്ചവട അവസ്ഥാതെ, ബിസിനസ് അവസ്ഥാതെ, അല്ലേ? അപ്പൊ നിനക്ക് തിന്നാൻ സമയമില്ല. ഇനി ഉറങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങണമെന്ന്. അപ്പോൾ മഗ്രിബിന് ശേഷം ഭക്ഷണം കഴിക്കണം, നേരത്തെ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ 8 മണി, 8:30, 9 മണിക്കുള്ളിൽ ഉറങ്ങണമെന്ന്. അങ്ങനെ ഉറങ്ങാൻ ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. 9 മണിക്ക് മുമ്പേ ഉറങ്ങാൻ. മുസമ്മിൽ അരപ്പൊക്കിയിരിക്കുക. 9 മണിക്ക് മുമ്പേ. നിങ്ങൾ എന്താ ചിരിക്കാനല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ. നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങണം. കാരണം രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. നമ്മൾ അങ്ങനല്ല. 12 മണിക്കും കോഴിത്തണ്ണം പിടിച്ച പോലെ നടക്കാം. ഇങ്ങനെ ഉറക്കം വരുന്നില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഉറക്കം വരാറില്ല. കാരണം എന്തേ? നേരത്തെ കാലത്തെ വീട്ടിൽ പോയി കിടന്ന ഉറങ്ങാൻ പറ്റണില്ല. കാരണം എന്തേ? ഉറങ്ങി ശീലിച്ചിരിക്കുന്നത് 12 മണിക്ക് ശേഷമാ. കാരണം 12 മണി വരെ കുത്തിക്കൊണ്ടിരിക്കണ്ടേ. നെറ്റ് തീരുന്നത് 12 മണിക്കല്ലേ. അപ്പൊ ഒരു ജീവി തീർക്കണമെങ്കിൽ അന്ന് മൊത്തം കുത്തി കാണിക്കണ്ടേ. ഇല്ലെങ്കിൽ അംബാനിക്ക് കുത്തില്ലേ അല്ലോ, പാവപ്പെട്ടവല്ലേ. അതാ എന്റെ പ്രിയപ്പെട്ടവരപ്പം നിനക്ക് ഉറങ്ങാൻ സമയമില്ല. ഒരു 10 മിനിറ്റ് നിന്റെ സ്വന്തം ഭാര്യയോട് സമാധാനത്തോടെ സംസാരിക്കാൻ സമയമുണ്ടാവും? ഇല്ല. ഫോൺ വിളിച്ച, എന്താടി ആമിന? ഓക്കെ അസ്സലാമു അലൈക്കും, കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നിന്റെ കൂടെ നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയോട് നിനക്കൊന്ന് സമാധാനത്തോടെ, മോളെ നീ വല്ലതും കഴിച്ചോ? നിനക്ക് സുഖമാണോ? മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ഒരു 5 മിനിറ്റ് സമാധാനത്തോടെ സംസാരിക്കാൻ നിനക്ക് സമയമില്ല. അതാ പറഞ്ഞ, ഭാര്യയുടെ കോള് വന്നാൽ തന്നെ അറിയാം. അങ്ങനെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ടല്ലോ, ഫോൺ അങ്ങോട്ട് വരുമ്പോ ഭാര്യയാണോ വിളിച്ചത് വേറെ ആരെങ്കിലാണോ വിളിച്ചതെന്ന് അറിയാനുള്ള വഴി എന്താ? ഫോൺ വന്നാൽ തന്നെ ചോദിക്കും, എന്താടി, എന്തിനാ വിളിച്ചേ? ധൃതി, വലിയ ധൃതി. ചുമ്മാതെ നിന്നാലും നമ്മൾ വലിയ ധൃതി, ബിസിയില, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാ വേറെ കോളെ തോല് വന്ന, എന്താ മോളെ സുഖമാണോ? വെക്കാറേ ഇല്ല. അതാ മനസ്സിലാക്കാനുള്ള അടയാളം. ഭാര്യയാണോ വിളിച്ചത് അല്ലെങ്കിൽ കൂട്ടുകാരിയാണോ വിളിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല. മക്കളുടെ അടുക്കൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കളിക്കാരെങ്കിലും, സ്വന്തം മക്കളെയും കൊണ്ടൊന്ന് ടൂറ് പോകാനെങ്കിലും സമയമുണ്ടോ? ഇല്ല. കച്ചവടം കട, കച്ചവടം കട, കച്ചവടം കട. ഇത് അള്ളാഹ് നിനക്ക് തന്നിരിക്കുന്ന പണിയാ മക്കളെ. ഇത് അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. ഇത് ഒരിക്കലും എന്നെങ്കിലും തീരുവോ? മക്കൾ വിചാരിക്കും, പടച്ചോന് ഓണത്തിനൊന്ന് കറങ്ങാൻ പോകാം, ക്രിസ്മസിനൊന്ന് കറങ്ങാൻ പോകാം, അല്ലെങ്കിൽ ദീപാവലിയാകുമ്പോ പോകാം. എവിടെ? എല്ലാ ഓണവും ക്രിസ്മസും കറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കും സ്വന്തം കുടുംബത്തോടൊപ്പം ഒരല്പ സമയമെങ്കിലും എല്ലാം പോകട്ടെ, ഇബാദത്ത് ചെയ്യാനെങ്കിലും സമയമുണ്ടോ? നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ച പള്ളിയിലേക്ക് ഓടി വരും. എപ്പോ? വെള്ളിയാഴ്ചയായിരുന്നല്ലോ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ
نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെള്ളിയാഴ്ച വിളിച്ച അപ്പ പോണെന്നാ പറഞ്ഞേ. ഫസ്ഔ ഇലാ ദിക്രില്ലാ, വിളിച്ചു കഴിഞ്ഞാൽ അപ്പ പോണം. നീ എപ്പോഴാ വന്നേ? 12:45 1 മണിക്ക് ഇമാമിൽ അവിടെ കേറാ സഭയാകുമ്പോ. എന്ത് കച്ചവടം? നിനക്ക് വെള്ളിയാഴ്ച പോലും പള്ളി വരാൻ സമയമില്ല. വെള്ളിയാഴ്ച പോലും നിനക്ക് നേരത്തെ കാലത്ത് ആദ്യം വരുന്നവൻ ഒട്ടകത്തെ അറുത്തു കൊടുത്തത്, പിന്നെ കാളെ അറുത്തു കൊടുത്തത്, പിന്നെ കോഴി അറുത്തു കൊടുത്തത്, പിന്നെ മുട്ടയുടെ കൂലി. നീ മുട്ടയുടെ തൂവല് പോലും കിട്ടത്തില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാലോ വെള്ളിയാഴ്ചയാണ് ആകെ പള്ളി വരുന്നത്. ബാക്കിയുള്ള വക്കത്തിന്റെ കാര്യം ഞാൻ വിട്ടതാ. കാരണം അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഈദുൽ മുഅ്മിനീൻ, പെരുന്നാളിന്റെ ദിവസം പാവപ്പെട്ടവന്റെ ഹജ്ജും ഉംറയും ഈ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നേരത്തെ കാലത്ത് പള്ളി കയറാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. കാരണം 12:30 ഉസ്താദ് ഷട്ടർ താത്തത് കടയുടെ. പിന്നെ പോയി കുളിക്കണം. എന്തോ കുളി, കാക്കക്കുളിയും കുളിച്ച് എന്തെങ്കിലും എടുത്തിട്ടുണ്ട് ഓടുകയാ. അങ്ങനെ പള്ളിക്കകത്ത് വന്നു, ഇമാം അങ്ങോട്ട് കയറി 2 ഖുത്ബ ഓതി, 2 റക്അത്ത് നിസ്കരിച്ചു. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം. ബാക്കി അവിടെ റോഡിന്റെ അടുത്തെത്തി ഓടുക. എടാ അന്നാ 2 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടൊന്ന് ആമീൻ പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കണം. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ മരിച്ചുപോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. വാപ്പായുമായി പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് പടച്ചോനെ, എന്റെ കടയിൽ എന്റെ കച്ചവടത്തിൽ ബർക്കത്തതാ അല്ലാ. അതിയൊതിക്കുമ്പോൾ സമയം ഓടുക. അല്ലാഹു മന്ദസ്സലാ വമിങ്കസ്സലാ വൈ കൈറജുസ്സലാ. അവിടെ നിന്ന് ആമീൻ പറഞ്ഞു ബാക്കി അസ്സലാമു അലൈക്കും കഴിഞ്ഞു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇബാദത്ത് ചെയ്യാനും സമയമില്ല. അപ്പൊ പിന്നെ എന്തിനാ സമയം? നിങ്ങൾ പറ, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നീ ദുനിയാവിന്റെ പുറകെ നടക്കുന്നവനാണ്, നീ ദുനിയാവിന്റെ ചിന്തയുമായിട്ട് നടക്കുന്നവനാണ്. നിനക്ക് അല്ലാഹുവിനെ കുറിച്ചോ ആഖിറത്തെ കുറിച്ചോ ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ സമയത്തുറങ്ങുമായിരുന്നു, നീ സമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു, കെട്ടിയ പെണ്ണിനോട് സംസാരിക്കാൻ നീ സമയം കണ്ടെത്തുമായിരുന്നു. സ്വന്തം മക്കളുടെ ഏറ്റവും വലിയ പരാതി വാപ്പയൊന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് മാസങ്ങളായി ഉപ്പ ചിരിക്കാറില്ല, ഉമ്മ സംസാരിക്കാറില്ല. പടച്ചവനെ, ഇന്ന് പല കുടുംബ ജീവിതവും തകരാറുള്ള കാരണം അല്ലേ? ഭർത്താവ് പറയാ, ഭാര്യമാര് പറയുന്നുണ്ട്, ഉസ്താദേ എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലായാ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലായാ മതിയായിരുന്നു. കാരണം 24 മണിക്കൂറും ലോക്ക് വിട്ടിട്ട് കുഞ്ഞിനെ കൊണ്ട് നടക്കണമല്ല നടക്കണേ. എന്താ സ്നേഹം! ഇടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കും. പടച്ചവനെ, ബാത്റൂമിൽ പോകുമ്പോ പോലും കൂടെ കൊണ്ടുപോവാ. അരിച്ചയ്ക്ക് ചില ഭർത്താക്കന്മാര് മൊബൈല് ഭർത്താവ് കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകാം. അത്രയ്ക്കും സ്നേഹം. ആ മൊബൈലായാ മതിയായിരുന്നു പടച്ചവനെ. കാരണം ഓന്റെ പോക്കറ്റിൽ കയറി ഇരിക്കാമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കള് പിന്നെ വാപ്പ ചിരിക്കണ കാണാറേ ഇല്ല. വാപ്പ ഒന്ന് സന്തോഷത്തോടെ മക്കളോട് സംസാരിക്കാറില്ല. ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുന്നില്ല. ഭാര്യയ്ക്ക് പിന്നെ 24 മണിക്കൂറും വേറെ പല കലാപരിപാടികളാ അപ്പുറത്തുണ്ടവര്. അവര് സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയ, അല്ലാഹുവേ ഈ പാപം പെണ്ണ് എന്താവും പടച്ചവരെ, ഇവിടെ നരകത്തിൽ പോകുമോ, ഖബർ എന്ത് വിടും? ഇതാ ചിന്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. മക്കളൊക്കെ തലതിരിഞ്ഞു പോകാനുള്ള കാരണം, നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളോട് സംസാരിക്കാറുണ്ടോ? എന്ത് രസമെന്നറിയോ ഞാൻ പറയുന്നത്? ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മക്കളെ വിളിച്ചിരുത്തി സംസാരിക്കണം. ചില വാപ്പായും മക്കളെയും കാണുമ്പോൾ കൊതി തോന്നാറുണ്ട്. പടച്ചോനെ, അപ്പോഴാണ് നമ്മുടെയൊക്കെ വാപ്പമാരെ ഓർമ്മ വരുന്നത്. ഇന്നത്തെ ചില വാപ്പമാര് മക്കളോട് സംസാരിക്കുന്നത് കണ്ടാൽ വളരെ കൂട്ടുകാരെ പോലെ, എന്തൊരു സ്നേഹത്തോടെ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങളിങ്ങനെ, ഞാനിന്ന് ഷാജിക്കാടുത്ത് പറയാറുണ്ട്, എനിക്ക് വലിയ അത്ഭുതമൊന്നും, ഞാൻ ആരെ ഇരുത്തി പുകഴ്ത്തി പറയില്ല. നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നല്ല വാപ്പ ആയിരിക്കുന്ന വാപ്പ, ആ വാപ്പാടെ ഇടത്തും വലത്തും 2 എണ്ണം ഉണ്ട്. മുൻകർ റക്കീബ് അത്തീദ് എന്ന് പറയും. 2ഉം എന്നാ സ്നേഹം എന്നറിയും. എന്തിനും വാപ്പാടെ കൂടെ തന്നെ. ഞാൻ ഷാജിയാന്റെ അടുത്ത് പറയും ചെയ്തു, ഇതെന്താപ്പ വാപ്പായ്ക്ക് പറ്റിയ 2 മക്കളെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും, കാരണം അവര് കണ്ടാൽ വാപ്പായും മക്കളുമാണെന്ന് തോന്നത്തില്ല. ഏത് കാര്യത്തിനും വാപ്പ സോഡ വേണം, അത് വേണം, ഇത് വേണോ, ഏത് കാര്യത്തിനും. അങ്ങനെ ചില മക്കള് മാതാപിതാക്കൾ വാപ്പ മക്കളോട് സംസാരിക്കണം. ഒരു 5 മിനിറ്റ്, മോനെ നിനക്ക് എന്തു വേണം, നിനക്ക് എന്താ പറയാനുള്ളത്, സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയണം. നമുക്കില്ലത്. വാപ്പാടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുരിഞ്ഞിട്ടാ മക്കൾ നടക്കണത്. ധൈര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കളാണ് ഭാവിയിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നത്. വാപ്പാനെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അതെങ്ങനെ ആദരിക്കാനാ?
എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എല്ലാ വാപ്പമാർക്ക് സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കാറില്ല. മക്കൾ വിചാരിച്ചിരിക്കുന്നത് വാപ്പയ്ക്ക് വലിയ വൈരാഗ്യം, അങ്ങനെയല്ല. ചില വാപ്പമാർ സ്നേഹം പുറത്ത് കാണിക്കാറില്ല, കാരണം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് ചെറുപ്പക്കാരൻ്റെ മക്കൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു തന്നിരിക്കുന്ന ശിക്ഷയാണ് ഒരിക്കലും തീരാത്ത ജോലി. ഒരിക്കലും എപ്പോൾ നോക്കിയാലും ബിസി. അതന്നെ, എപ്പോൾ നോക്കിയാലും എന്ത് ചോദിച്ചാലും ബിസി. അങ്ങനെ നീ പറയുന്നത് ഇസ്സത്താണെന്ന് നീ കരുതണ്ട. അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു ശിക്ഷയാണ്. അത് ദുനിയാവിന്റെ പുറകെ നടക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷയാ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഫഖറല്ലാ യബ്ലഗു അനിൽ അബദാ, ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം, ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. എന്റെ ഉസ്താദേ, ഞാൻ മാത്രം നേരെയാകാത്തത്? എല്ലാവരും രക്ഷപ്പെട്ടല്ലോ, എല്ലാവരും നല്ല നിലയിലായല്ലോ, ഞാൻ മാത്രം എന്തേ ഇങ്ങനെ ആയി പോയത്? പടച്ചവനെ, എത്ര സമ്പാദിച്ചാലും എത്ര കിട്ടിയാലും നിന്റെ ദാരിദ്ര്യം ഒരു കാലത്തും മാറൂല, നിനക്ക് കിട്ടിയാ തികയൂല. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ചിന്തയാണ്. അല്ലാഹുവേ, എത്ര കിട്ടിയാലും തികയാതെ ദാരിദ്ര്യം വന്നു പോയാൽ, ദാരിദ്ര്യം ഒരു ശിക്ഷയാ സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ ദാരിദ്ര്യം ഒരിക്കലും ഒരു അദാബല്ല, ഒരിക്കലും ദാരിദ്ര്യം അദാബല്ല. മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? അതിനകത്തും വല്ലാത്ത ഒരു അനുഭൂതിയുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദുനിയാവെന്ന ചിന്തയോടെ അല്ലാഹനെ മറന്നുകൊണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം തീരുകയില്ല. 4ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മോനെ, ഒരിക്കലും നിന്റെ മോഹം തീരില്ലടാ. ഒരിക്കലും തീരാത്ത മോഹമാ, ഒരിക്കലും തീരാത്ത മോഹമാ. പടച്ചവനെ, 2 നില കിട്ടിയാ നീ പിന്നെയും ആഗ്രഹിക്കും ഇനിയും വേണമെന്ന്. വലിയ വാഹനം കിട്ടിയാ പിന്നെയും നീ ആഗ്രഹിക്കുകയാണ്. നിന്റെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിന്റെ നാവ് കൊണ്ട് ഒരിക്കലെങ്കിലും എനിക്ക് മതിയായെന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും പറയൂല. അത് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണ്, അത് പടച്ചവൻ നിനക്ക് തരുന്ന ശിക്ഷയാണ്. ഇത് ദുനിയാവിന്റെ പുറകെ നടക്കുന്നവർക്കുള്ള ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ പണക്കാരാകാനുള്ള ഷോർട്ട് വഴികളാണ് ഇന്ന് പലരും നോക്കുന്നത്. എങ്ങനെയാണ് പണക്കാരനാകാൻ പറ്റുന്നത്? എങ്ങനെയാണ് അമിതമായ പണമുണ്ടാക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് പലിശ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ടാണ് മേലനങ്ങാതെ പണം കിട്ടാനല്ലേ ലോട്ടറി എടുക്കുന്നത്. അതുകൊണ്ടല്ലേ ജനങ്ങളെ പറ്റിക്കാൻ തയ്യാറാകുന്നത്. അതിനല്ലേ വണ്ടികളിൽ സഞ്ചരിച്ചു പാവങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് കൊള്ളയടിക്കുന്നത്. എല്ലാം പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, അല്ലാഹു പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നിങ്ങൾ ഹലാല് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കണേ, ഹലാലായ ഭക്ഷണം കൊടുക്കണേ. വാപ്പാ, നിന്റെ മക്കൾക്ക് ഹറാമായ ഭക്ഷണം നീ കൊടുക്കാൻ പാടില്ല. ഹലാലായ ഭക്ഷണമേ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും കൊടുക്കാവൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളുടെ ഇടയിൽ നോക്കുമ്പോ, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ ഒരു സ്വഹാബി ഇറങ്ങി ഓടുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പടച്ചവരെ ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ള ഒരുപാട് ദിവസം കൊണ്ട് ഈ കാഴ്ച കാണുകയാണ്. ഒരു ദിവസം ആ സ്വഹാബി ഉണ്ടല്ലോ, പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുമ്പോ റസൂലുള്ള വിളിക്കുകയാ, എന്തേ നീ ഇറങ്ങി ഓടുന്നത്? ഇത്ര ധൃതി എന്ത്? നീ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഒരൽപ്പം നേരം ഇരിക്കുന്നില്ലല്ലോ, ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നില്ലല്ലോ, എന്തിനാണ് സുബഹി കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ
സുബഹി കഴിഞ്ഞ് പള്ളിയിലിരുന്ന് ഇബാദത്തുകൾ ചെയ്ത ദിക്റുകൾ പറഞ്ഞു പടച്ചവനെ പ്രഭാതം വരെ ഇരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സഹാബി പറയുകയാണ്, ഈ സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇവിടെ ഇരുന്നു കൊണ്ട് ദിക്റും ഖുർആനും സ്വലാത്തും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ ഓടുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ, എന്റെ കുടുംബം വല്ലാത്ത പട്ടിണിയിലാണ് നബിയേ, എനിക്ക് രണ്ട് ചെറിയ മക്കളുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു പോയപ്പോ സഹാബി അവിടെ നിന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ അയൽവാസിയുടെ വീട്ടില് ഒരു ഈന്തപ്പന മരമുണ്ട്. ആ ഈന്തപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഈത്തപ്പഴം ഇങ്ങനെ താഴേക്ക് വീഴും. എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഈത്തപ്പഴം ഇങ്ങനെ വീണ് കിടക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ പള്ളിയിൽ വന്നിട്ട് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ യാ റസൂലല്ലാഹ്, എന്റെ മക്കള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വിശപ്പ് കാരണം വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം അവർ വിശപ്പ് കാരണം എടുത്ത് കഴിച്ചു നബിയേ, അവര് ഹറാമ് തിന്നു നബിയേ, അറിയാതെ കഴിച്ചതാണ് നബിയേ, അവര് പിഞ്ചു മക്കളല്ലേ നബിയേ, പറഞ്ഞു കൊടുത്താ മനസ്സിലാക്കാനുള്ള പ്രായമില്ലാത്തവരാ. അതുകൊണ്ട് ഞാൻ ഓടാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ ഓടി ചെന്നിട്ട് എന്റെ മക്കളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ മുഴുവനും പറക്കിയെടുത്ത് ആ മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും നബിയേ. അതിനു വേണ്ടിയാ ഞാൻ ഓടുന്നത്. എന്റെ മക്കള് ഹറാമ് തിന്നാ അവരുടെ ദുആ സ്വീകരിക്കില്ലല്ലോ, അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ലല്ലോ, എന്റെ വീട്ടിലെ റഹ്മത്തിന്റെ മലക്ക് വരില്ലല്ലോ, എന്റെ മക്കള് നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. അത് ഭയന്നിട്ടാണ് നബിയേ ഈത്തപ്പഴം പറക്കാൻ ഓടുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ പാവപ്പെട്ട സ്വഹാബി പറഞ്ഞു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറയുകയാ. കാരുണ്യത്തിന്റെ കടലായ മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്ന സ്വഹാബാ, ആരാ സ്വഹാബാ? ആ ഈത്തപ്പഴ മരത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് വാ സ്വഹാബാ. സ്വഹാബികൾ അവിടേക്ക് കടന്നുപോയി. ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക്. മുസ്ലിമാണ്, പക്ഷേ മുനാഫിക്കാണ്. മുസ്ലിം എന്ന് പറഞ്ഞ് വെറുതെ നടക്കുന്നവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നപ്പോ റസൂലുള്ള ചോദിക്കുന്നു, മനുഷ്യ, ആ ഈത്തപ്പഴം മരം നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയുമോ? സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടുക. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എവിടെ ഓടുന്നത് നബിയെ? അയൽവാസിയുടെ ഈത്തപ്പഴ മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലോട്ടാ ചരിഞ്ഞു നിൽക്കണേ, ഈത്തപ്പഴം താഴെ വീഴും. എന്റെ വീടിന്റെ മുറ്റത്താ വീഴുന്നേ. ഒരു ദിവസം രാവിലെ ഞാൻ പോയപ്പോ എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇത് പറക്കി തിന്നാ. കൊച്ചുകുട്ടികളല്ലേ, എന്ത് ചെയ്യാനാ നബിയെ? അതുകൊണ്ട് എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ ചെന്ന് ഇതെടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കും. എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇത് ഞാൻ എടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് വിളിച്ചു ആ മനുഷ്യനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ ആ ഈത്തപ്പഴം അബൂ ദുജാനയുടെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കണ ആ ഈത്തപ്പഴ മരം എനിക്ക് തരാവോ? സ്വർഗത്തിൽ 10 മരം ഞാൻ നിനക്ക് തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മരം എനിക്ക് തന്ന 10 സ്വർഗത്തിൽ 10 മരം ഞാൻ തരാം. ആ പൊട്ടൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതവൻ പറഞ്ഞെന്ന്, താടിയും തഴമ്പൊക്കെ ഉള്ളവനാ. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, കച്ചവടം നടത്താൻ ഞാൻ തയ്യാറാ, പക്ഷേ രൊക്കം വേണം, സ്വർഗത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ പറയാ, എനിക്ക് വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ 10 മരം എനിക്ക് സ്വർഗത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ വേണം.
ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് തരാവോ ആ 10 എണ്ണം? നബിയെ ആ സ്വർഗത്തിൽ ആ 10 മരം എനിക്ക് തരുവോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തരാം. ഈ അബൂ ദുജാനയുടെ അയൽവാസിയുടെ കൈ പിടിച്ചുകൊണ്ട് തോട്ടത്തിൽ പോയി. അവരെ വിളിച്ചുകൊണ്ടുപോയി തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള 10 എണ്ണം എണ്ണിക്കോ. കെട്ടിപ്പിടിച്ചവനെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാണുന്ന ഈന്തപ്പന തോട്ടത്തിൽ 10 എണ്ണം നീ എണ്ണിയെടുത്തോ, നിനക്കിഷ്ടമുള്ളത്. കാരണം നീ എനിക്ക് സ്വർഗത്തിൽ 10 മരം തന്നവനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, അങ്ങനെ 10 മരം അവൻ ദുനിയാവിൽ എണ്ണിയെടുത്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിൽ 10 എണ്ണം വാങ്ങിച്ചിട്ടു. അപ്പൊ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് ആ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ മനസ്സാ. തന്റെ പിഞ്ചുമക്കൾ ഹറാം കഴിക്കരുത്. നമ്മള് അടുത്തവന്റെ മാവിന്ന് എറിഞ്ഞിട്ടാ തിന്നുന്നേ. അടുത്തവന്റെ തെങ്ങ് കണ്ട കൊടുക്കുവോ? നമ്മുടെ മിറ്റത്തെങ്ങാണ് അയൽവാസിയുടെ ഒരു തേങ്ങ വീണ കാലുകൊണ്ട് തട്ടി അടുക്കളയെ കയറ്റും. അമിന അരച്ചോ കരിപ്പിച്ചോ. ഇതാ ആരാപ്പ ചോദിക്കണേ? ആരാ ഹക്കും ബാത്തലി? എനിക്ക് നിങ്ങൾക്കും വല്ലതും ഉണ്ടോ? വല്ല പേരക്കയോ മാങ്ങയൊക്കെ വീണ് കഴിഞ്ഞാ പഠിച്ചോനെ ആലോചിച്ച് നോക്കിയേ. ഈ മൂട്ടിച്ച് നിന്നുന്നതിന് വല്ലാത്ത ടേസ്റ്റാ ഇല്ലേ? ഇല്ലേപ്പാ? വല്ല മാങ്ങയൊക്കെ കിടന്ന് എന്താ ടേസ്റ്റ് ഇല്ലേ? അൽഹംദുലില്ലാ. ചിന്തിച്ചു നോക്കിയേ, എന്ത് ഹക്കും ബാത്തിലുവാ നമുക്കൊക്കെ ഉള്ളത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു വാപ്പായും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് തിന്നണേ. സ്വന്തം തിന്നല്ല, അന്യവന്റെ മൂട്ടിച്ച് തിന്നാൻ. കരിക്കൊക്കെ വെട്ടി അങ്ങോട്ട് കുടിക്കുക വല്ലവന്റെ പറമ്പില്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സഹാബിയുടെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണമെന്തേ? ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന മക്കൾ, ഹറാമായ ഭക്ഷണം കഴിക്കുന്ന മക്കൾ, വാപ്പാടെ മയ്യത്ത് കൊണ്ടുവന്ന് പായ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇറക്കി നിർത്തിയിട്ട് 10 വയസ്സുള്ളവൻ നെഞ്ചുപൊട്ടികെട്ട് വിളിക്കുകയാ, അല്ലാഹുവേ എന്റെ വാപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ല പറയും, മോനെ നീ പോടാ, പണിയില്ല. വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അവിടെ നിന്നൊരു പൊന്നുമകന് വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്ന് കരയുന്നു, അല്ലാ എന്റെ വാപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കരഞ്ഞു ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, മോനെ നീ പാവപ്പെട്ടവനാണ്, നീ പാവപ്പെട്ടവനാണ്, പക്ഷേ നിന്റെ ദുആ സ്വീകരിക്കില്ല. നിന്റെ ദുആ സ്വീകരിക്കില്ല. കാരണം എന്തെന്നറിയുമോ? മൽബസുഹു ഹറാം. നീ ധരിച്ചിരിക്കുന്നത് ഹറാമാണ്, നീ ധരിച്ചിരിക്കുന്നത് ഹറാമാണ്, നീ കുടിച്ചിരിക്കുന്നത് ഹറാമാണ്, നീ കഴിച്ചിരിക്കുന്നത് ഹറാമാണ്, നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം പോലും ഹറാമാ. ഈ ഹറാം ശരീരത്തിൽ കൊണ്ട് നടക്കുന്ന നിന്റെ ദുആ മോനെ എങ്ങനാടാ സ്വീകരിക്കുന്നത്? അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഹറാം തിന്നുന്നവരോട്, ഹറാം സമ്പാദിക്കുന്നവരോട്, എളുപ്പ വഴിയിൽ പണമുണ്ടാക്കാൻ പരക്കം പായുന്നവരോട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി അവിടെ നിന്ന് നടന്നുപോയി. പടച്ചവനെ, രണ്ടാമത് പിന്നീട് തിരിച്ചു വരുമ്പോ അതേ മനുഷ്യൻ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കേട്ടിട്ട് മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് പറഞ്ഞു പോയി, നാഥാ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ അതാ വിളിച്ചു പറയുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന മൂസാ നബിയേ, ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അവസാനമാ പിടിച്ച കൈയുണ്ടല്ലോ ഒടിഞ്ഞ് താഴെ വീണാലും കൈ രണ്ടും ഇങ്ങനെ ഉയർത്തി പിടിച്ച് ഈ കൈ രണ്ടും അങ്ങ് ഒടിഞ്ഞ് താഴെ വീണാലും കരഞ്ഞ് 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 കണ്ണീര് വറ്റിപ്പോയിട്ട്
അവന്റെ തലച്ചോറ് കലങ്ങിയിട്ട് കണ്ണിലൂടെ താഴെ വീണാലും ഈ മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. മൂസാ നബിയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാ. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് അവസാനം ഒടിഞ്ഞു തൂങ്ങി. അതുപോലെ കൈ രണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. കരഞ്ഞ് കണ്ണിനീര് മുഴുവനും വറ്റിപ്പോയിട്ട് ഈ തലച്ചോറുണ്ടല്ലോ, ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് കണ്ണിലൂടെ ഇങ്ങനെ കണ്ണീരിന് പകരം ഇങ്ങനെ ഒഴുകി വരികയാ. ഇതുപോലെ ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് ദുആ ചെയ്താലും ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിക്കുകയാ, എന്തു പാപമാ ജിബ്രീൽ, ഈ മനുഷ്യൻ ചെയ്ത പാപമെന്താ? ഈ ക്ലാസ്സിലിരിക്കുന്നവരോട് അവൻ കള്ളു കുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പാപം ചെയ്തവനല്ല, നിസ്കരിക്കാത്തവനല്ല. ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്തെന്നറിയോ? ദുനിയാവിനെ സ്നേഹിച്ചവനാ, ദുനിയാവിന് വേണ്ടി ആഖിറം കളഞ്ഞവനാ. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കരുത്. പട്ടിണിയാണോ, കൂരയാണോ, എന്തുമാണെങ്കിലും സഹിക്കാൻ തയ്യാറാകൂ, ക്ഷമിക്കാൻ തയ്യാറാകൂ. ഒരുപാട് ടെൻഷൻ അല്ലാഹു നിനക്ക് തരും. എങ്ങനെ എന്റെ മക്കളെ കെട്ടിക്കും, എങ്ങനെയാ വീട് വെക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഈ ടെൻഷൻ നല്ലതാണ്, ഈ ടെൻഷൻ നല്ലതാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അക്സറാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ടെൻഷൻ വല്ലാതെ കൊടുക്കുകയാണ്, അവൻ അല്ലാഹു വല്ലാതെ വേദനിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലർക്കും ചിന്ത, പടച്ചവനെ മക്കളെ എങ്ങനെ കെട്ടിക്കും, അല്ലാഹു എങ്ങനെ സ്വന്തമായിട്ടൊരു വീട് വെക്കുക, ഇതാണ് നമ്മുടെ ചിന്ത. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. നിസ്കാരവും എല്ലാ കാര്യങ്ങളുമുണ്ട്. അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന പലർക്കും ഇങ്ങനെ വലിയ ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലാഹു തരുന്നതാ. അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിനക്കെങ്ങനെ തരുന്നത്. ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹു ഒരു മനുഷ്യനോട് കോപമുണ്ടെങ്കിൽ ദുനിയാവ് അള്ളാഹു അവന് വാരിക്കോരി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവ് അല്ലാഹു വാരിക്കോരി കൊടുത്തുകളെയും തുറക്കണതെല്ലാം, മുട്ടുന്ന വാതിലുകളൊക്കെ തുറക്കും. എന്ത് കണ്ടാലും അള്ളാഹു വാരി വാരി കൊടുക്കും. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, ഉയരം കൂടുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടും. ഇവിടെ നിന്ന് ഡെസ്കിന്റെ ഇതിന്റെ മുകളിൽ നിന്ന് വീഴുന്നത് പോലല്ല ഇതിന്റെ മുകളിൽ നിന്ന് വീഴുന്നത്. മുകളിലേക്ക് പോകും, അല്ലാഹു പന പോലെ വളർത്തും. കൊണ്ടുപോയിട്ട് റബ്ബ് വലിച്ചൊരിടലുണ്ട് താഴേക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിനെ അങ്ങ് വിട്ടേക്കാം. ദുനിയാവിന്റെ പുറകെ കടന്നുള്ള ഈ ഓട്ടം, ഈ ദുനിയാവിനോടുള്ള പ്രേമം, ഇതൊക്കെ ഒന്ന് വലിച്ചെറിയണം. അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഗുണം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നമ്മുടെ ഭാര്യമാർ, അവരെയാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. ദിവസങ്ങളോളം പട്ടിണി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്നിട്ടും അവരെല്ലാവരും സഹിച്ചും ക്ഷമിച്ചും ഭർത്താവിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കണം ഭാര്യ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാതെ സമ്പത്ത് കിട്ടുമ്പോൾ അവിടുന്ന് ചരിത്രം പറയുകയാ. മഹാനായ സയ്യിദ് ഇമാം മഹാനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു, മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി നമ്മൾ ആ മക്കാമിലേക്ക് കടന്നു പോയവരാ. മാലിക് ദിനാർ എന്ന് പറയുന്ന അല്ലാഹുവേ, സ്വഹാബി വെല്ലിൻ കിടക്കുന്ന ആ പുണ്യമായ ഖബർസ്ഥാനിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോ
പാതിരാത്രി അള്ളാഹു നമുക്ക് ചെയ്ത ഒരുപാട് നിഅമത്തുണ്ട്. പാതിരാത്രിയാ നമ്മൾ അവിടെ പോയത്, പക്ഷേ അവിടുത്തെ കവാടം നമ്മുടെ മുന്നിൽ തുറന്നു തന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു മഹാന്റെ പൊരുത്തം നൽകുമാറാകട്ടെ. ആ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ്, ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ലിസ്റ്റ് കൊണ്ടുവന്നു കൊടുത്തു. പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടുവന്നു കൊടുത്തപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഷാം എന്ന് പറയുന്ന നാട്ടിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുകയാണ്. റബ്ബേ, അതിനകത്തൊരു പേര് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ഉമർ തങ്ങളെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, ആരുടെ പേരാണ്? പടച്ചവനെ, മഹാനായ സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന നാട്ടിലെ ഗവർണറുടെ പേര്. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഈ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചവരാണ്. നാട്ടുകാര് പറഞ്ഞു കൊടുത്ത 4 പരാതി: ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത ഭരണാധികാരി. പടച്ചവനെ, ഗവർണറുടെ പേര് വരെ ഇതിനകത്തുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അത്ഭുതമായി, അവിടുത്തെ കണ്ണ് നിറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ പിടിച്ചിട്ട് 1000 ദിനാർ പൊതിഞ്ഞു കൊടുത്തു. 1000 ദിനാർ പൊതിഞ്ഞു കൊടുത്തു. എന്തിനാ? ഗവർണറുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ. പാവപ്പെട്ടവനല്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനല്ലോ, ധരിക്കാൻ വസ്ത്രമില്ലാത്തവനല്ലോ. കൊടുക്കുന്നതിന് വേണ്ടി 1000 ദിനാർ പൊതിഞ്ഞിട്ട് കൊടുത്തു വിടുമ്പോ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വിട്ട മനുഷ്യനുണ്ടല്ലോ, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ചെന്നു. അവിടുന്ന് സലാം പറഞ്ഞു. എന്നിട്ട് 1000 ദിനാർ എടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തന്നു വിട്ടതാണെന്ന് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടുന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹുവേ, ഭാര്യ ഓടി വന്നു. അവിടുന്ന് ചോദിച്ചു, എന്തേ ഖലീഫ മരണപ്പെട്ടു പോയോ? ഇന്നാലില്ല പറയുന്നത് കേട്ടപ്പോൾ അവിടെന്ന് ഭാര്യ ചോദിക്കുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് മരണപ്പെട്ടു പോയോ? ഇല്ല പെണ്ണേ, എന്റെ മുന്നിൽ ദുനിയാവ് വന്നിരിക്കുന്നു, നാശം എന്നെ തേടി വന്നിരിക്കുന്നു. അല്ലാഹുവേ, അവസാനം 1000 ദിനാർ കിട്ടിയപ്പോ അത് മുഴുവനും വാങ്ങിച്ചിട്ട് ഒരു ജുബ്ബയ്ക്കകത്ത് കെട്ടിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തിരിച്ചു കൊടുത്തു വിടുകയാ. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞ ഒരു വാക്കെന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ, ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ. സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ വീട്ടിലേക്ക് കൊടുത്തുവിട്ട 1000 ദിർഹമുണ്ടല്ലോ, ആ ദിനാറുകൾ അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തപ്പോ ഭാര്യ അവിടുന്ന് ഭർത്താവിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ? ആ സമയത്ത് അവിടുന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, ഭൂമി മുഴുവനും സ്വർഗ്ഗത്തിലെ ഒരു പെണ്ണങ്ങാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാ ഈ ഭൂമി മുഴുവനും പ്രകാശിക്കുമല്ലോ, വല്ലാത്ത സുഗന്ധമായിരിക്കുമല്ലോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിനക്കെന്റെ ഭാര്യയാകണോടി ഈ പൊന്നുമോളെ. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പട്ടിണിയാണല്ലോ, ധരിക്കാനൊന്നുമില്ലല്ലോ, കഴിക്കാനൊന്നുമില്ലല്ലോ, എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ആ സ്വഹാബി വര്യം പറഞ്ഞു,
പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ജിബ്രീൽ പോലും അത്ഭുതപ്പെട്ടു പോയ സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ കാൽപാദം കണ്ടപ്പോ ജിബ്രീൽ പോലും അമ്പരന്നു പോയെന്ന് ചരിത്രം പറയുന്ന ആ സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു കണ്ണും കാണാത്ത, ഒരു പുരുഷനും തൊടാത്ത ആ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളെക്കാൾ നാളെ സ്വർഗത്തിൽ നിനക്ക് എന്റെ കൂടെ കൂടണോ പെണ്ണേ? വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ സ്വർഗത്തിൽ എന്റെ കയ്യിൽ പിടിച്ച് നിനക്കിരിക്കണോ? സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ, ചാരുകസേലിരിക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു വരുന്ന മലക്കുകൾ മുഴുവനും സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്ന് മലക്കുകൾ സലാം പറയുന്ന പെണ്ണാകണോ? എന്റെ കൂടെ നാളെ നിനക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? 1000 ദിനാർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൊടുത്തു വിട്ടപ്പോ, അത് മുഴുവനും സദഖ കൊടുത്തപ്പോ, അൽഹംദുലില്ലാഹ് നിങ്ങൾ ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുത്ത ഭാര്യ, ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിന്റെ ഭാര്യ നീ എങ്ങനെയാണ് വളർത്തേണ്ടത്? അവിടെ മത്സരമാണ് വേണ്ടത്. പണം സമ്പാദിക്കുന്നതിനല്ല, പലിശയ്ക്ക് കൊടുക്കുന്നതിനല്ല, ലോൺ എടുക്കുന്നതിലല്ല, പടച്ചവനെ അല്ലെങ്കിൽ പണയം വെക്കുന്നതിലല്ല. വേണ്ടയിക്ക ഹറാമിന്റെ പൈസ ഈ വീടിന്റെ അകത്ത് വേണ്ട, ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കുന്നതൊന്നും വേണ്ട. നമുക്ക് ഹലാല് മതി. വലിയ വീടില്ലെങ്കിലും, കൊട്ടാരമില്ലെങ്കിലും, നല്ല വസ്ത്രമില്ലെങ്കിലും, ധരിക്കാൻ സ്വർണമില്ലെങ്കിലും, കഴിക്കാൻ നല്ല ഭക്ഷണമില്ലെങ്കിലും, പട്ടിണിയാണെങ്കിലും ഇതിനകത്ത് പടച്ചറപ്പിനെ പേടിച്ചിട്ട് ഹലാല് തിന്നുകൊണ്ട് കിടന്നുറങ്ങാ. അങ്ങനെ പറയുന്ന ഒരു പെണ്ണായി നിന്റെ ഭാര്യ നിനക്ക് മാറ്റണം. അതിന് ഈ ചരിത്രം ഉപകാരപ്പെടും സഹോദര. മുത്തുനബിയുടെ ചരിത്രം വായിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കളുടെ ചരിത്രം കാണിച്ചു കൊടുക്കൂ. ഫാത്തിമ ബീവിയുടെ ജീവിതം വായിച്ചു കൊടുക്കൂ. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ, ഖദീജ ബീവിയുടെ ചരിത്രമുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ചരിത്രമുണ്ടല്ലോ. ഓരോ മഹദിമാരുടെ ജീവിത ചരിത്രം നിന്റെ ഭാര്യമാർക്ക്, നിന്റെ പെൺമക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കൂ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടു. പണത്തിനോടുള്ള മോഹം കളഞ്ഞു, സമ്പത്തിനോടുള്ള മോഹം കളഞ്ഞു. മരിക്കുന്ന കാലം വരെ പടച്ചവന് കഴിക്കാറുള്ള ഭക്ഷണം തരും, നീ ഒരു പേടിയും വേണ്ട. ആദ്യമല്ല സമ്മതങ്ങൾ പറയുന്ന ഉസ്താദേ, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, സർവ്വ ജീവജാലങ്ങൾക്കും വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, എല്ലാ ജീവികൾക്കും ജീവജാലങ്ങൾക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കും. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ജീവജാലങ്ങളിൽപ്പെട്ട ഒരാളാണല്ലോ മനാന്, ആ ജീവജാലങ്ങളിൽപ്പെട്ട ഒരാളാണല്ലോ ഞാൻ. അപ്പൊ എന്റെ ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ള ടെൻഷൻ ഞാൻ കളഞ്ഞു എന്ന് മഹാനായ ഖാതിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടപ്പാടും അതിനർത്ഥം അപ്പൊ ഉസ്താദ് നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ട, ഭക്ഷണത്തിന്റെ കാര്യം അല്ല ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്ക് വായിക്കകത്ത് മന്നും സെൽവ വരുന്നവരോ വരുമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യം, മാർക്കറ്റിൽ പോകേണ്ടവൻ മാർക്കറ്റിൽ പോകണം, കടയിൽ പോകേണ്ടവൻ കടയിൽ പോകണം, കിളയ്ക്കാൻ പോകുന്നവൻ കിളയ്ക്കാൻ പോകണം. ജോലിക്ക് പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് ജോലി തന്നതും അല്ലാഹുവാ, നിനക്ക് ജോലി തന്നതും അല്ലാഹുവാ, നിനക്ക് ആരോഗ്യം തരുന്നതും അല്ലാഹുവാ. പക്ഷെ അല്ലാഹുവിനെ മറന്നുകൊണ്ടാകരുത്. അധ്വാനിച്ച് തിന്നുന്നതിന് വല്ലാത്ത പ്രതിഫലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വെറുതെ ഇരുന്ന് തിന്നുന്നത് പോലെയല്ല, അധ്വാനിച്ച് കഴിക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്, റിസ്ക് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ആ ടെൻഷൻ അങ്ങ് കളയണം. അല്ലാഹുവിനെ തവക്കലേൽപ്പിച്ചാൽ മതി. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ തവക്കലേൽപ്പിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കാരണം അപ്പുറത്തെ യന്ത്രം കിടന്ന് വിഷയം കിടന്ന് വരക്കുന്നുണ്ട്, അവന് ബുദ്ധി കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ഇത്രയും നേരം പറഞ്ഞത്?
ഭക്ഷണം ആരേറ്റെടുത്തിട്ടുണ്ട്? അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കണോ? നമ്മൾ ആരെങ്കിലും ടെൻഷൻ അടിക്കണോ? ഒരു ടെൻഷനും വേണ്ട. നീ പോയാലും പോയില്ലെങ്കിലും, നട്ടലൊടിഞ്ഞ് വീട്ടിൽ കിടന്നാലും, കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രം ഒഴിച്ചാലും ഭക്ഷണം അള്ളാഹ് തന്നെ നിനക്ക് കൊണ്ടുതരും. നീ പേടിക്കണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പം നീ അപ്പം ചോദിക്കൂ ഉസ്താദെ, അപ്പം നാളെ ജോലിക്ക് പോയില്ലെങ്കിലോ? ജോലിക്ക് പോയില്ലെങ്കിലോ അള്ളാഹ് തരും. അള്ളാഹ് എഴുതിയിട്ടുണ്ട്, വരൂലേ? പാവപ്പെട്ടവന്മാരെ ഒന്നും പറയാനും പറ്റൂല. അമ്മാരെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അത് നിർത്തിയിട്ട് പോയി കിടന്നുറങ്ങും. കാരണം രാവിലെ എഴുന്നേറ്റതാ. അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, വ്യാഴാഴ്ച പള്ളി വാർത്തിരിക്കണം. നിങ്ങൾ രാവും പകലും പണിയോ എപ്പോൾ പണിയോന്ന് അറിയത്തില്ല. അമ്മാരുടെ അടുത്ത് പറഞ്ഞു, അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അവരോട് പറഞ്ഞു, കമ്മിറ്റിക്കാരല്ല, വ്യാഴാഴ്ച രാവിലെ ഒരു പട ഇവിടെ വരും ദുആ ചെയ്യാൻ. ആ സമയത്ത് വാർത്തില്ലെങ്കിൽ കവർ വെട്ടിക്കളരാണ്. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങൾ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് പള്ളിയുടെ വാർപ്പ്. കാരണം വലിയൊരു ചെറിയൊരു എന്തോ ഒരു ശൈത്താൻ കയറിയതുപോലെ ജോലിയൊന്നും ഇങ്ങോട്ട് നീങ്ങണില്ല. അപ്പോൾ ഇന്ന് നല്ലൊരെണ്ണം കൊടുത്തപ്പോഴത്തേക്ക് കണ്ട രാത്രിയൊക്കെ പണിയണ്ട, അൽഹംദുലില്ലാ, നമുക്ക് വെള്ളിയാഴ്ച പള്ളി വാർക്കണം, അള്ളാഹു വ്യാഴാഴ്ച വാർക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഖൈറിലാക്കി തരുമാറാകട്ടെ. അമ്മാർ അപകടം എല്ലാവരും പേടിയ. പള്ളിയുടെ പണി തുടങ്ങിയപ്പം പോലെ അവിടെ നിന്ന് വീഴുന്നു. ഇവിടെ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കണ്ട ഒരുത്തൻ എൻ്റെ മോളിൽ വീണു. കഴിഞ്ഞ ആഴ്ച അവിടെ വാർപ്പിൻ്റെ ഇതടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തം വീണു. ഭാഗ്യത്തിന് താഴെ വീണില്ല, ഇടയിൽ കമ്പി വെച്ചതുകൊണ്ട് അവിടെ കിടന്നു. അപ്പം അപകടങ്ങളുമുണ്ട്. അള്ളാഹു എല്ലാവിധ ഷർറ് മുസീബത്തുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. കാരണം എന്തേ ഈ ഷർറ് മുസീബത്തുകളൊക്കെ വരാനുള്ള കാരണം? മരു പറയും, ഉസ്താദെ താഴെ കിടക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ പേടിപ്പിക്കുന്നില്ല. ഇവരെല്ലാവരും കിടക്കുന്നത് ഇതിന്റെ തൊട്ടു പുറകിലുള്ള റൂമിലാ. താഴത്തെ റൂമിൽ ആരും കിടക്കണില്ല. കാരണം എന്തേ? രാത്രി അവിടെ ആരോ വരുന്നെന്ന്, ഒരു ചേച്ചി വരുന്നുണ്ടെന്ന്. ചിരിക്കാൻ പറഞ്ഞില്ല, പോയി കടന്നു നോക്ക്. കാരണം എന്തേ? നിസ്കാരമില്ല, ഇബാദത്തുകളുണ്ടോ? പള്ളിയല്ലേ പൊളിച്ചിട്ടിരിക്കുന്നേ? ഖുർആൻ ഓതുന്നില്ല, ദിക്റുകൾ പറയുന്നില്ല, ഒന്നുമില്ല. എല്ലാം വീട്ടിൽ. ലോക്ക്ഡൗൺ അല്ലേ, വീട്ടിൽ. ഒരു ഇബാദത്തുകൾ നടക്കാതെ വന്നപ്പോൾ അവിടെ ഇവിടെ കിടക്കിടക്കെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അതുകൊണ്ടാ. അപ്പൊ ഇതിന് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനകത്ത് കയറി നിസ്കാരവും ഖുർആൻ ഓതലുകളും ദിക്റുകളും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓടേണ്ടതൊക്കെ ഓടിക്കോളും, പോകേണ്ടതൊക്കെ പൊക്കോളും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഷൗക്കണ്ണ ഇരുന്ന് ചിരിക്കുക. രാത്രി ഒന്ന് കടന്നു നോക്കിയാൽ മതി കേട്ടാ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്താനും മുസീബൊക്കെ തരാൻ കഴിഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, മഹാനായ ഫളിലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് അസ്ഹാബു സുഫ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പാവപ്പെട്ടവരാ, ഇട്ടിരിക്കണ വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരുടെ കൂട്ടത്തിൽപ്പെട്ട സഹാബിയ. ഇന്നും നമ്മൾ മദീനത്ത് പോകുമ്പോൾ മുഅദ്ദിനൊക്കെ ബാങ്ക് വിളിക്കുന്നൊരു ഭാഗമുണ്ട്. മുകളിൽ കയറി നിന്നിട്ട് പറയുന്നുണ്ട്, അവിടെയായിരുന്നു ഈ അസ്ഹാബ് സുഫ് ഇരുന്ന സ്ഥലം. പാവപ്പെട്ടവർ ഇങ്ങനെ നോക്കിയിരിക്കും, ആരെങ്കിലും വല്ലതും കൊണ്ടുവന്ന് കൊടുത്താൽ കഴിക്കാൻ. അത്രയും പാവപ്പെട്ടവരാ, വീടില്ല, കൂടില്ല, ഒന്നുമില്ല. ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിക്കാൻ, ഭക്ഷണം കൊടുത്താൽ കഴിക്കും. അതാ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അസ്ഹാബ് സുഫിൽപ്പെട്ട സഹാബികൾ വിശന്നിട്ട് താഴെ വീഴ, ബോധം കെട്ട്. നമസ്കാരത്തിൽ അവർ ബോധം കെട്ട് താഴെ വീഴുകയാ. ഇത് കാണുമ്പോ മറ്റുള്ളവര് കളിയാക്ക, പ്രാന്തന്മാര്, പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, വിശന്ന് തളർന്നു വീണ ആ സഹാബിൽ സുഫിൽപ്പെട്ട പാവപ്പെട്ട സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തെന്നറിയോ? വിശപ്പ് സഹിക്കുന്നവരുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ജീവിതത്തിൽ ഒന്നുമില്ലാതെ, ഹറാമ് കഴിക്കാതെ, മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ വിശപ്പ് സഹിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിന്റെ ഇടയിലാണ് പടച്ചവനെ അവിടുന്ന് സ്വഹാബത്ത് ബോധം കെട്ട് താഴെ വീഴുകയാണ്. അപ്പോഴാണ് കളിയാക്കുന്നത്,
ഭ്രാന്ത് പിടിച്ച് വീഴുകയാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ നമസ്കാരം കഴിഞ്ഞപ്പോ അസ്ഹാബ് സുഫിലെ പാവപ്പെട്ട സ്വഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ദുനിയാവിലെ വിശപ്പ് സഹിക്കുന്നവരുണ്ടല്ലോ, ദുനിയാവിലെ വിശപ്പ് സഹിക്കുന്നവരുണ്ടല്ലോ, ആ സഹിക്കുന്നവർക്ക് അല്ലാഹു പരലോകത്ത് തരുന്ന പ്രതിഫലമെങ്ങാണ് മറിഞ്ഞിരുന്നെങ്കിൽ നല്ലതുപോലെ കേക്ക് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, നാളെ പരലോകത്ത് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനെക്കാളും പട്ടിണി കിടക്കുമായിരുന്നു സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കമ്പാച്ചില് മാറ്റൂ, ഹറാമ് സമ്പാദിക്കാനുള്ള ഓട്ടപ്പാച്ചില് നിർത്തൂ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും നല്ലതുപോലെ വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. ആ മുത്തുനബിയുടെ ചരിത്രം അറിയുമല്ലോ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നു പോകുന്ന പ്രവാചകന് വീടിന്റെ അകത്ത് കിടന്ന് ഉറക്കം വരാതെ തന്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ വേച്ച് വേച്ച് നടന്നു പോകുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, എന്തിനാ നബിയേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്, എന്തിനാ ഇങ്ങനെ വയറ്റത്ത് കല്ല് വെച്ചുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ നബിയേ? യാ റസൂലല്ലാഹ്, ഒന്നനുവാദം താ നബിയേ. ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മലയുണ്ടല്ലോ, അത് ഞാൻ സ്വർണ്ണക്കട്ടയാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൊണ്ടു നടക്കണ്ട, ഈ സ്വർണ്ണമല അങ്ങയുടെ പുറകെ വരും നബിയേ. ഒന്നനുവാദം താ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. പടച്ചവരേ, എന്നെ ഒരു പാവപ്പെട്ടവനാക്കണേ അല്ലാ. ഒരു പാവപ്പെട്ടവനെ പോലെ ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കണം തമ്പുരാനോ. പാവപ്പെട്ടവനെ പോലെ തന്നെ മരണപ്പെടും തമ്പുരാനോ. നാളെ പാവങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. കഴിക്കാൻ ഭക്ഷണമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഭാര്യമാരോട് ചോദിച്ചു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുവോ? അല്ലാഹുവിന്റെ റസൂല് കഴിക്കാൻ ഭക്ഷണം ചോദിച്ചപ്പോ ഒരൊറ്റ ഭാര്യയ്ക്കും കൊടുക്കാനില്ല. അവസാനം വീടിന്റെ അകത്ത് കയറിയിട്ട് റസൂലുള്ള ഭാര്യമാരോട് പറഞ്ഞു, ആയിഷ, നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പിന് ളുഹർ വരെ നിയ്യത്ത് ചെയ്യാൻ അവസരമുണ്ടെന്നാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അന്ന് മുതലാണ് ഈ മസല വന്നത്, അന്ന് മുതലാണ് ഈ മസല വന്നത്. വിശക്കുന്ന വയറോടെ മുത്തുനബി വീടിന്റെ അകത്ത് കയറി വന്നിട്ട് ഓരോ ഭാര്യമാരുടെ വീട്ടിലും പോയി ചോദിച്ചു. അവസാനം ആയിഷ ബീവിയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, ആയിഷ, കഴിക്കാൻ വല്ലതുമുണ്ടോ ആയിഷ? ഒന്നുമില്ലെന്ന് മുത്തുനബിയോട് മറുപടി പറയുമ്പോ തന്റെ ഭാര്യയുടെ ചുമൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാ. വീടിന്റെ അകത്ത് കയറിയിട്ട് ഒട്ടിയ വയറുമായിട്ട് മുത്തുനബി കിടക്കുന്നത് കണ്ടപ്പോ ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് പ്രവാചകന്റെ ഒട്ടിക്കിടക്കുന്ന വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തടകുമ്പോ അവിടത്തെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ള ഞെട്ടിയുണർന്നു. എന്തേ ആയിഷ കരയുന്നത്? എന്തൊരവസ്ഥയാ നബിയേ? ചോദിച്ചിട്ട് ഭക്ഷണം പോലും തരാരന്റെ വീടിന്റെ അകത്തില്ലാതെ പോയല്ലോ. അന്ന് രാത്രി അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീവിക്ക് അത്ഭുതമായി, എന്തായിരിക്കും മുത്തുനബി ദുആ ചെയ്യുന്നത്? അവിടെ നിന്ന് പതുക്കെ അടുത്ത് ചെന്ന് നോക്കുമ്പോ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, കടിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച മുത്തുനബി അന്ന് രാത്രി സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുമ്മ ഹീനി
മിസ്കീനാ. പടച്ചവനെ, എന്നെ ഒരു പാവപ്പെട്ടവനെ പോലെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ അല്ലാ. ആയിഷാ ബീവിയുടെ കണ്ണ് നിറഞ്ഞുപോയി, ആയിഷാ ബീവിയുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ഇതുപോലെ പാവപ്പെട്ട് കിടക്കുന്ന സ്വഹാബികൾ പണത്തിനെങ്ങാണ് കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ റസൂലുള്ള പറയുമായിരുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. സമ്പത്ത് ഫിത്നയാ സഹാബ. പണം കൂടിയാ നിങ്ങളൊക്കെ മാറിപ്പോകും സഹാബ. ഇതായിരുന്നു മുത്തുനബിയുടെ ജീവിതം, ഇതായിരുന്നു മുത്തുനബിയുടെ കുടുംബത്തിന്റെ അവസ്ഥ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നാര മകളുടെ വീടിന്റെ അകത്തിരുന്ന് ഹസനും ഹുസൈനും കരയുകയാ. റസൂലുള്ളാഹിയുടെ കൊച്ചുമക്കളല്ലേ, പൊന്നാര മക്കള് വീടിന്റെ അകത്ത് കിടന്ന് കരയുമ്പോ റസൂലുള്ള വീടിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, മക്കള് കരയുന്നു, ഭക്ഷണം കൊടുക്കൂ ഫാത്തിമ. റസൂലുള്ളാഹി തങ്ങള് വീടിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പള്ളിക്കകത്തേക്ക് കടന്നു വന്നു നമസ്കാരം തുടങ്ങി. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കൊച്ചുമക്കളുടെ കരച്ചിൽ കേൾക്കുകയാ. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കൂ ഫാത്തിമ. കരയുന്നത് കണ്ടില്ലേ ഫാത്തിമ? പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമതും വിളിച്ചു പറഞ്ഞു. സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ മൂന്നാമതും തന്റെ പൊന്നാര കൊച്ചുമക്കള് വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, വല്ലതും കഴിക്കാൻ കൊടുക്കൂ ഫാത്തിമ. 3 പ്രാവശ്യം പറഞ്ഞിട്ടും കരച്ചിൽ തീരാതെ വന്നപ്പോ റസൂലുള്ളാഹിന് വല്ലാത്ത ദേഷ്യമായി. മുത്തുനബിയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നു. കൊച്ചുമക്കളാണ് വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ദേഷ്യം വന്നിട്ട് ഇറങ്ങുകയാ. ഫാത്തിമ ബീവിയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, എന്തേ ഫാത്തിമ, കരുണയില്ലാതെ പോയോ ഫാത്തിമ? ഈ പൊന്നുമക്കൾ ഇവിടെ കിടന്ന് കരയുന്നത് കണ്ടിട്ട് നിനക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നുന്നില്ലേ? പാല് കൊടുക്കാൻ തോന്നുന്നില്ലേ? റസൂലുള്ളാഹി വഴക്കു പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ മുഖം ഇങ്ങനെ മുട്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് തേങ്ങി തേങ്ങി കരയുകയാ. കാരണം വഴക്കു പറയുന്നത് വാപ്പയാ, അവിടെ നിന്ന് വഴക്കു പറയുന്നത് വാപ്പയാ. അല്ലാഹുവേ, തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകള് വീടിന്റെ കത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹിനെ സഹിച്ചില്ല. മുത്തുനബിയുടെ ദേഷ്യമൊക്കെ പോയി. തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, മോളെ ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്? അവിടെ നിന്ന് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. എന്റെ മക്കള് കിടന്ന് കരഞ്ഞപ്പോ അവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ പൊന്നാര മക്കളുടെ വായിലേക്ക് മാറിടമെടുത്ത് പാല് കുടിക്കാൻ വെച്ചു കൊടുത്തപ്പോ രക്തം വരുന്നു മുസ്ലിമേ. റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് പട്ടിണി കിടന്നിട്ട് മാറിടത്തിലെ പാല് പറ്റിപ്പോയിട്ട് ആ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരു വാപ്പയാണല്ലോ, ഒരു വാപ്പയാണല്ലോ. മുത്തുനബിയുടെ കണ്ണങ്ങ് നിറയുകയാ. റസൂലുള്ളാഹിക്ക് എന്ത് പറയണമെന്നറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ആരുടെ മുന്നിലും പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ, പ്രവാചകനായി പോയില്ലേ. അല്ലാഹുവിന്റെ റസൂല് നടക്കുകയാണ്. പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ
അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ദൂരമങ്ങ് നടക്കുകയാണ്. അവസാനം നടന്നു ചെല്ലുമ്പോൾ ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടം കാണുകയാ. ഒരു യഹൂദിയുടെ വീട് കണ്ടു. അള്ളാന്റെ റസൂലാണെന്ന് ആ മനുഷ്യനറിയില്ല. ആ മനുഷ്യന്റെ മുന്നിലേക്ക് അള്ളാന്റെ റസൂല് കടന്നുപോയി. എന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? യഹൂദി പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരി ഒഴിച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 10 കാരക്ക ഞാൻ തരാ. അല്ലാഹുവേ, ലോകത്തിന്റെ നേതാവ് സമ്മതിക്കുകയാണ്. തൊട്ടിയും കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാന്റെ റസൂല് വെള്ളം കോരുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി ഉണ്ടല്ലോ, അവിടുന്ന് വെള്ളം കോരുകയാണ്. പടച്ചവനെ, വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി. 1 തൊട്ടി കോരി, 2 തൊട്ടി കോരി, 3ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി അള്ളാന്റെ റസൂല് തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടിയങ്ങ് കിണറ്റിന്റെ അകത്ത് വീണുപോയി. മുത്തുനബിയുടെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അള്ളാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട മുഖത്തടിക്കുകയാ. റസൂലുള്ള അടികൊണ്ടിട്ടും മിണ്ടിയില്ല. പ്രവാചകന്റെ മുഖത്തേക്ക് ആ മനുഷ്യനെ വിടന്ന് തല്ലുകൊടുത്തു. റസൂലുള്ള തല്ലുകൊണ്ടിട്ടും മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്തിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ചോദിച്ചു, വെള്ളം കോരിയതിന്റെ കൂലിതാ, ഞാൻ വെള്ളം കോരിയതിന്റെ കൂലിതാ. ആ മനുഷ്യൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇതാരാ പടച്ചവനെ, ഇതേത് മനുഷ്യനാ? ചിരിക്കുന്ന മുഖത്തോടെ തല്ലിയ മനുഷ്യന്റെ മുഖത്ത് ചോദിയിട്ട് കൂലി ചോദിച്ചു. അവസാനം ആ മനുഷ്യൻ കുറച്ച് കാരക്ക കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോ റസൂലുള്ള ഓടുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളുടെ വീടിന്റെ അകത്തേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന പിഞ്ചുമക്കളുടെ വായിലേക്ക് ഈത്തപ്പഴം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വാരി കൊടുക്കുകയാ. തന്റെ പൊന്നാര മകളുടെ കയ്യിൽ കൊടുത്തിട്ട് അവസാനം ബാക്കി വന്ന കാരക്കയെടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പൊന്നാര മകളുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം, ഈ പോയിട്ട് ഇന്ന് ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, എത്ര കിട്ടിയാലും എത്ര കൊടുത്താലും തികയാത്ത നിന്റെ ഭാര്യയോട് എത്ര സ്വർണമുണ്ട്, എത്ര വസ്ത്രമുണ്ട്, കടിക്കാൻ ഭക്ഷണമുണ്ട്, കിടക്കാൻ മനോഹരമായ വീടുണ്ട്, ഇതെല്ലാം കിട്ടിയിട്ടും നിന്നോട് പരാതി പറയുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, മനസ്സ് നിറയാത്ത നിന്റെ ഭാര്യയുണ്ടല്ലോ, മനസ്സ് നിറയാത്ത നിന്റെ പെമ്മക്കളുണ്ടല്ലോ, അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാ. അവസാനം ബാക്കി വന്ന കാരക്കയെടുത്തു പൊന്നാര മകളുടെ കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, നീ നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കല്ലേ. നിന്റെ ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടൂ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകരവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കുടുംബക്കാരോ ഇതുപോലെ ഒരവസ്ഥ എനിക്കോ നിങ്ങൾക്കോ അല്ലാഹു വരുത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്ക്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യ്. നിന്റെ ഭക്ഷണത്തിന്റെ വിഷയം നീ വിട്ടേക്ക്, ഹലാലായത് സമ്പാദിക്ക്, ഹറാമിന്റെ പുറകെ പോകരുത്, ഹറാം സമ്പാദിക്കരുത്. ഹറാമിൽ പെട്ടുപോയി കഴിഞ്ഞ പിന്നെ നിനക്കൊരു മോചനമില്ല, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മക്കളെ, ഈ പുണ്യമായ രാത്രിയിൽ നിങ്ങളോട് പറയാറുള്ളത്, അല്ലാഹുവാണ് പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ലോകത്ത്
ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും റിസ്കിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കല്ലേ, നീ വിഷമിക്കല്ലേ, നീ പരക്കം പായല്ലേ. നിന്റെ ഭക്ഷണത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.